തിരുവനന്തപുരം മേയർ പ്രഖ്യാപനവും ഇന്നുണ്ടായേക്കും. വി രാജേഷോ ആർ ശ്രീലേഖയോ എന്നതിലാണ് ആകാംക്ഷ തുടരുന്നത്. ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൗൺസിലർമാരുമായി ചർച്ച നടത്തും. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. ആരാകും തിരുവനന്തപുരം മേയർ എന്ന് ഇന്ന് അറിയാം എന്നാണോ മനസ്സിലാക്കേണ്ടത്? അശ്വതി, അവസാന മണിക്കൂറുകളിലും ബി.ജെ.പിയുടെ തിരുവനന്തപുരത്തെ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികൾ ആര്, അല്ലെങ്കിൽ മേയറും ഡെപ്യൂട്ടി മേയറും ആരാകും, തലസ്ഥാനത്തിന്റെ ആദ്യമായി ഭരണം കിട്ടാൻ പോകുന്ന ബി.ജെ.പി ഭരണം പിടിച്ച തലസ്ഥാനത്ത് ആരാകും ബി.ജെ.പിയുടെ ചരിത്രം രചിക്കുന്ന, തീർച്ചയായും ബി.ജെ.പി ഇവിടെ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ചരിത്രം തന്നെയാണ്. ആ ചരിത്രം സൃഷ്ടിക്കുന്ന അവസരത്തിൽ അവരുടെ കൗൺസിൽ നയിക്കാൻ പോകുന്ന ആര് എന്ന കാര്യത്തിൽ ഇനിയും സസ്പെൻസ് തുടരുകയാണ്. ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം ഇതിൽ വളരെ നിർണായകമാകുമെന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലായിരുന്നു. കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. സ്വാഭാവികമായും സംസ്ഥാനത്ത് നിന്ന് പ്രസിഡന്റ് തന്നെ രണ്ട് പേരുകൾ മുന്നോട്ട് വയ്ക്കും. ഏറ്റവും പ്രധാനം മേയർ ആരെന്നതിനെ ചൊല്ലിയാണ്. ആ പേരുകൾ കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം അറിയിക്കുകയോ ചെയ്യും. അതിനനുസരിച്ച് മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ചേർന്ന ബി.ജെ.പിയുടെ സംസ്ഥാന ഭാരവാഹി നേതൃയോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിരുന്നില്ല. തലസ്ഥാനത്തെ പല നേതാക്കളും ഇതിലൊരു അജ്ഞരാണെന്നതും പ്രധാനമാണ്. രണ്ട് പേരുകൾ തന്നെയാണ് അശ്വതി ഇപ്പോൾ പറഞ്ഞതുപോലെ, രണ്ട് പ്രധാനപ്പെട്ട പേരുകൾ തന്നെയാണ് ചർച്ചയിലുള്ളത്. ഒന്ന് വി രാജേഷ് ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. കഴിഞ്ഞ തവണ പൂജപ്പുരയിൽ വിജയിച്ചിരുന്നു. ഇത്തവണ കൊടുങ്ങല്ലൂരിൽ നിന്നും വിജയിച്ചു വന്നു. രാജേഷിനെ മേയർ ആക്കണമെന്ന ആവശ്യം പാർട്ടിയിലും RSS തലപ്പത്തുമൊക്കെ ശക്തമാണ്. കാരണം അതിശക്തമായ പ്രതിപക്ഷത്തെയാണ് ഇത്തവണ നേരിടേണ്ടി വരുന്നത്. അത് ഒരു പ്രതിപക്ഷമാകില്ല. രണ്ട് പാർട്ടികളുടെയും രണ്ട് മുന്നണികളുടെയും ശക്തരായ നേതാക്കൾ കൗൺസിലുണ്ട്. CPM-നാകട്ടെ പാർലമെന്ററി പാർട്ടി നേതാവായി അവർ തീരുമാനിച്ചത് SP ദീപകിനെയാണ്. SP ദീപക് ജില്ലാ കമ്മിറ്റി അംഗമാണ്. വളരെ വലിയ പരിചയസമ്പന്നനായ CPM നേതാവാണ്. അപ്പുറത്തും മഞ്ജൂർ P. ബാബു അടക്കമുള്ള മറ്റു നേതാക്കളും RP ശിവജിയെ പോലുള്ള നേതാക്കളുമൊക്കെ LDF-ന്റെ നേതൃനിരയിൽ ഉണ്ടാകും. LDF-ന്റെ ബെഞ്ചുകളിൽ ഉണ്ടാകും. രാഗി രവികുമാർ CPM ഇടതുമുന്നണി ഡെപ്യൂട്ടി മേയറായി മത്സരിക്കുന്ന രാഗി രവികുമാർ, ഇത്തവണ മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയ രാഗി രവികുമാറുണ്ട്. അങ്ങനെ അതിശക്തരായ ഒരു പ്രതിപക്ഷ നിരയെ, കോൺഗ്രസിനും സമാനമായ പ്രധാനപ്പെട്ട ശബരിനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. ശക്തരായ ഒരു പ്രതിപക്ഷ നിരയെ നേരിടേണ്ടി വരും മേയർ ആരായാലും. അതുകൊണ്ട് തന്നെ സമ്പത്തുള്ള ആളുകൾ വേണം. അവിടെയാണ് വി രാജേഷ് എന്ന ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പേര്. നേരത്തെ അദ്ദേഹം ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷനുമൊക്കെ ആയിരുന്നു. ആ പേരിൽ സജീവ പരിഗണനയുള്ളത്. കൗൺസിലിൻ്റെ പരിചയമാണ് പരിഗണിക്കുന്നതെങ്കിൽ കരമനാജ് തുടർച്ചയായി 3 തവണ വിജയിച്ചു വന്നയാളാണ്. MR ഗോപനുണ്ട്, ഗിരിയുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് തലസ്ഥാന നഗരത്തിൽ മുൻ IPS ഉദ്യോഗസ്ഥ, അതൊരു പുതുമയായിരിക്കും. ഒരുപക്ഷെ ദേശീയതലത്തിൽ തന്നെ അത് ചർച്ചയാകാൻ പോകുന്ന, വാർത്തയാകാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ആർ ശ്രീലേഖയെ മേയറാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഒരു ഉറപ്പ്, ഒരു വാഗ്ദാനം നൽകിയാണ് ശ്രീലേഖയെ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം മത്സരിക്കാൻ സന്നദ്ധയാക്കിയെന്ന് കൂടി വിവരമുണ്ട്. അതായത് അവർ മത്സരിച്ച് ജയിച്ചു വന്നാൽ അവരെ മേയറാക്കാമെന്ന് അമിത്ഷാ അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ അവർക്ക് ഉറപ്പ് നൽകിയിരുന്നു. അങ്ങനെയെങ്കിൽ ആ വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ബി.ജെ.പി കഴിയില്ല. എങ്കിൽ ശ്രീലേഖ തന്നെ മേയറായി വന്നേക്കാം. അവിടെ ഒരു പ്രശ്നമുള്ളത്, മേയർ വനിതയായാൽ ഡെപ്യൂട്ടി മേയർ വനിതാ സംവരണമാണ്. രണ്ടും വനിതയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനും ബി.ജെ.പി തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും പ്രധാന പേര് വി രാജേഷ്, അതിനൊപ്പം തന്നെയുള്ള പേര് ആർ ശ്രീലേഖ. ഇതിനപ്പുറത്തേക്ക് സസ്പെൻസ് പേര് വന്നാലും അത്ഭുതപ്പെടാനില്ല. കാരണം ബി.ജെ.പിയുടെ പല നീക്കങ്ങളും അങ്ങനെയാണ്. ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചതുപോലും ആ രീതിയിലാണ്. സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വന്നതും അത്തരമൊരു സസ്പെൻസിലൂടെയാണ്. സസ്പെൻസ് തീരുമാനങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന രണ്ട് പ്രധാന പേരുകൾ, അത് വി രാജേഷും ആർ ശ്രീലേഖയും തന്നെയാണ്. മറ്റന്നാൾ രാവിലെയാണ് മേയർ തെരഞ്ഞെടുപ്പ്. ഉച്ചയ്ക്ക് ശേഷം ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പും നടക്കും. CPM ഇതിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുന്നയ്ക്കാമുകൾ കൗൺസിലറായ RP ശിവജി CPM-ന്റെ സ്ഥാനാർത്ഥിയായി മേയർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. കോൺഗ്രസും ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഏതായാലും മത്സരം ഉറപ്പാണ്. പക്ഷേ ബി.ജെ.പിക്ക് അനായാസം ജയിച്ചു വരാവുന്ന വലിയ ഒരു ഭൂരിപക്ഷം, അത് കേവല ഭൂരിപക്ഷം എന്ന സാങ്കേതിക കണക്കുകളിൽ പോലും 50 കൗൺസിലർമാരുടെ പിന്തുണ ബി.ജെ.പിക്കുണ്ട്. അവർ തന്നെ ഇത്തവണ മേയർ സ്ഥാനത്തേക്ക് വരുമെന്ന് ഉറപ്പാണ്. മറ്റന്നാളാണ് മേയർ തെരഞ്ഞെടുപ്പ്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്.